നമസ്കാരം. മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ VC സസ്പെൻഡ് ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയിൽ നട്ടലുള്ള ഗവർണറെ കേരളം കണ്ടു എന്നാണ് പിണറായിയുടെ ഓട്ടച്ചങ്ങനിട്ട് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ മറുപടി. ജോലി നല്ലവണ്ണം ചെയ്ത് കാണില്ല. ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്നിട്ട് എന്ത് ആക്ഷൻ എടുത്തു? ഒരു ആക്ഷനും എടുത്തില്ല. എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി പറഞ്ഞതാ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് ഉറപ്പോ എന്ത് സഹായവും ചെയ്യാം, പേടിക്കണ്ട പറഞ്ഞിട്ട് പോയിട്ട് ഇത്രയും ദിവസമായി. എന്ത് ആക്ഷൻ എടുത്തു? ഏറ്റവും വലിയ കുറ്റക്കാരനായിട്ടാണല്ലോ ഡീനെതിരെ എന്ത് ആക്ഷൻ എടുത്തു? ജോലിക്ക് പുള്ളിയെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി, സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഡീനും കാന്തനാഥനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പുള്ളിയാണ്. രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടായിരുന്നു. ഡീനിൻ്റെ പേരിൽ ശക്തമായ കുറ്റമുണ്ടെന്ന്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ആ ഒരു ആക്ഷനെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ VCക്ക് സസ്പെൻഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, VC ഒരു ആക്ഷൻ എടുത്തില്ല, അവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. അടുത്ത ഡീന ഈ കൊല്ലം മറച്ചു വെച്ചതും ഇതിന് കൂട്ടുനിന്നതും ഡീനും കാന്തനാഥനും തന്നെയാണ്. അത് അവരെയും ഇത് മാറ്റി നിർത്തണം. ഇതുപോലെ സസ്പെൻഷൻ കൊടുക്കുക, പറ്റുമെങ്കിൽ പിരിച്ചു വിടുക. പെട്ടെന്ന് അങ്ങ് പിരിച്ചു വിടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അതിന് തെളിവ് വേണം. ഒരു അറ്റ്ലീസ്റ്റ് ഇതിന് മാറ്റി നിർത്തുക, ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇതിന് ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നത് അല്ലെങ്കിൽ ഈ റാഗിങ്ങിന് കൂട്ടുനിന്നത്, കുറഞ്ഞ വർഷം ഈ റാഗിങ്ങിന് കൂട്ടുനിന്നത് 100% കൂട്ടുനിന്നത് ഈ ഡീനും കാന്തനാഥനും. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു കയ്യബദ്ധം അല്ലെങ്കിൽ അവർ പറ്റിയ ഒരു മരണം, ആ ഒരു ഇതിനെ അവരെ കൊലപാതകമായി മാറ്റുക, അല്ലെങ്കിൽ ബോധം കെട്ട് കിടന്ന എൻ്റെ കുട്ടിയെ എടുത്ത് തൂക്കി വെച്ചത്, അതല്ല അതിന് തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നത് ഡീന. ഈ റാഗിങ് എല്ലാം കണ്ടുകൊണ്ട് നിന്നതും ഡീന, അവിടുത്തെ വാർഡനുമാണ്, എല്ലാവരുമാണ്. അടുത്ത സെക്ഷൻ എവരോട്ട് പോകണം, ഡീനിനോട്ട് പോകണം. ഞാനതേ പറയാനുള്ളൂ. എനിക്കിപ്പോൾ ഈ ഗവർണറുടെ നടപടിയെ ഗവർണർ പ്രോംപ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തു, അതെങ്ങനെയാണ്? തീർച്ചയായും ഗവർണർ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത്രയും ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നട്ടാലുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ഇത് ഉണ്ടായത്. ഗവർണർ എന്ന് പറഞ്ഞാൽ ചാൻസലറും കൂടെയാണ്. ഒരു ഗവർണറുടെ ജോലി എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വരെ ഇത് ഇത്രയും കുറേ വർഷം മുമ്പ് വരെ അറിയില്ലായിരുന്നു ഒരു ഗവർണറുടെ കറക്റ്റായിട്ടുള്ള ജോലി എന്തായിരുന്നു. ഇപ്പം ഈ പുള്ളി വന്നിട്ടാണ്, ഈ ഗവർണർ വന്നിട്ടാണ് എന്താണ് ഒരു ഗവർണറുടെ ജോലി എന്ന് കേരളത്തിൽ തന്നെ പലവർക്കും മനസ്സിലായത് ഈ ഗവർണർ ഇപ്പോൾ വന്നതിന് ശേഷമാണ്. എന്തൊക്കെയാണ് ഗവർണറുടെ ചുമതല, എന്തൊക്കെയാണ് ജോലി. പണ്ട് മുതൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വെറുതെ സൈൻ ചെയ്ത് കുറച്ച് ഒപ്പിട്ട് വിട്ടാൽ മതി ഗവർണറുടെ ജോലി. ഇപ്പോഴും തന്നെയാണ് ഒരു ഗവർണറുടെ ജോലി എന്താണ്, അതിൻ്റെ പവർ എന്താണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഒരു നട്ടലുള്ള ഒരു ഗവർണറെ ഇപ്പോൾ കിട്ടി, ഒരു കേരളത്തിന് കിട്ടി. എൻ്റെ അറിവായതിനു ശേഷം, അതിന് മുമ്പ് ഉണ്ടായെന്ന് എനിക്കറിയില്ല, നട്ടലുള്ള ഒരു ഗവർണർ തന്നെയാണ് കിട്ടിയത്. അദ്ദേഹം നല്ല ബോൾഡായിട്ടുള്ള ആളാണ്. ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്തിട്ട് എനിക്കിപ്പോൾ സന്തോഷമേ ഉള്ളായിരുന്നു. സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഈ സമയത്ത് സന്തോഷിക്കാൻ പറ്റില്ല. എനിക്ക് തൃപ്തിയുണ്ട് എന്ന് തന്നെ പറയാം. കേരളത്തിലെ ഒട്ടുമുക്കാൽ മനുഷ്യർക്കും ഗവർണർ പദവിയുടെ പവർ മനസ്സിലായത് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതോടുകൂടിയാണ്. വെറുതെ എല്ലാ ഫയലിലും ഒപ്പിടുന്ന ഒരാളെന്നാണ് ഇതുവരെ ഗവർണറെ കുറിച്ച് കരുതിയിരുന്നത്. എന്നാൽ എന്താണ് ഗവർണർ, അദ്ദേഹത്തിന്റെ പവർ എന്താണെന്ന് ബോധ്യപ്പെട്ടത് ആരിഫ് മുഹമ്മദ് ഖാനിലൂടെയായിരുന്നു. VCയെ സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല, സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവർണർ നീക്കം തുടങ്ങി. ജുഡീഷ്യൽ അന്വേഷണത്തിനായി ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ഈ കൊലപാതകം ഒതുക്കാനുള്ള സർക്കാർ CPM കളി നടപ്പാകില്ലെന്നർത്ഥം. ആരിഫ് ഖാൻ അതിന് സമ്മതിക്കില്ല. ഗവർണർ പണി തുടങ്ങിക്കഴിഞ്ഞു. SFI കൊടും ക്രിമിനലുകളാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി അംഗീകരിക്കില്ലെന്നാണ് മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞത്. വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ശരിയല്ല. സർക്കാരുമായ വകുപ്പുമായ ഒരു തരത്തിലും ആലോചിക്കാതെയാണ് ഗവർണർ പെട്ടെന്ന് ഈ തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ നടപടി ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് മന്ത്രി ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു കോളേജിൽ നടന്നത്. അതെന്താണെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 19 പേരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഇനിയും കുറ്റക്കാരുണ്ട്. സർവകലാശാലയുടെ ഡീൻ എന്ന് പറയുന്നയാൾ കുട്ടികളുടെ എല്ലാം ഉത്തരവാദിത്തമുള്ള ഹോസ്റ്റലിലെ ചുമതലയുള്ള ആളാണ്. അന്നന്ന് നടക്കുന്ന വിഷയം അയാൾ അന്വേഷിക്കണമായിരുന്നു. കുട്ടിയുടെ മരണം പോലും ഹോസ്റ്റൽ മറ്റാരോ ആണ് അറിയിച്ചത്. മരണം സംഭവിച്ച കാര്യം എത്രയും പെട്ടെന്ന് കുട്ടിയുടെ വീട്ടിൽ അറിയിക്കേണ്ട ചുമതല ഡീൻ ഏറ്റെടുക്കണമായിരുന്നു. ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസിന്റെ കൂടി അന്വേഷണം കൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യിക്കുവാനും 3 വർഷത്തേക്ക് അവരെ ഡീബാർ ചെയ്തതും. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല.
ഡീനെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെയാണ് ഗവർണർ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനും ഗവർണർ ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച് രാജ്ഭവൻ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്.